ക്രിസ്മസ് തലേന്ന് ഏതേലും പള്ളിയിൽ ഏതേലും പരിപാടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് റംകെ കൊണ്ടുവന്ന് കേക്ക് വേൾഡിൽ കയറി തിരക്കിയപ്പോൾ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അടുത്ത് നമ്മളുടെ ചന്തയ്ക്കകത്തൊരു സ്വീറ്റ് ബഡ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അങ്ങനെ അവിടെ കയറി നോക്കിയപ്പോഴും നമുക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. ഇവിടെങ്ങും ഇല്ലെന്ന് തോന്നുന്നു. കരുനാഗപ്പള്ളി ഏരിയയിലൊന്നും ഈ റം കേക്കോ അങ്ങനെയുള്ള സംഭവം ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ഒത്തിരി ക്രിസ്ത്യൻ പള്ളീസ് ഒന്നും ഇല്ല, ചുരുക്കം കുറച്ച് പള്ളികളേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പോയത് കുറ്റിവട്ടത്തുള്ള ത്രീ കിങ്സ് പള്ളിയിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ എല്ലാ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് വെച്ചേപ്പുണ്ട്, പക്ഷേ പരിപാടി തുടങ്ങിയില്ല. അവിടെ കുർബാന എല്ലാം കഴിഞ്ഞിട്ട് രാത്രി 12 മണി കഴിഞ്ഞ് 1 മണിയൊക്കെ സമയത്തിലേ ആകത്തോളം എന്ന് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു. പക്ഷേ നമ്മൾ ചെന്നത് 10 മണിയൊക്കെ ആയപ്പോഴായിരുന്നു. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആ കാണുന്ന മഞ്ഞക്കിളി എൻ്റെ കൂടെ പത്തി പഠിച്ചതാണ്. അവൾ എന്നെ കണ്ട് സംസാരിച്ചിട്ട് ഓടിപ്പോയതാണ്. അവൾക്ക് പാട്ട് പാടാനുണ്ട് അവിടെ. അതിനുശേഷം നമ്മൾ വീണ്ടും വേറെ ഏതെങ്കിലും പള്ളി പരിപാടി നടക്കാനുണ്ടോ എന്ന് പോയി നോക്കിയപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്തിലെ പള്ളിയിലും പരിപാടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇതേപോലെ 12 മണിക്കും 1 മണിക്കും ഒക്കെ ശേഷമായിരിക്കും പരിപാടി കാണുക. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയപ്പോൾ ചെറിയൊരു വിശപ്പ്. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളിയുള്ള ഈ കടയിൽ കയറി ഒരു ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ സ്പോട്ട് വരുന്നത് ലാലാജി ജംഗ്ഷനിലാണ്. ആദ്യമേ ഒരു ചെറിയ ചായക്കടയായിരുന്നു, ചെറുതല്ല ഇച്ചിരി വലിയ ചായക്കട. പിന്നാണിത് ഷവർമയും മന്തിയൊക്കെ വന്നെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ അതുവഴി പോയപ്പം കണ്ടപ്പോൾ അങ്ങ് കയറിയതാണ്. പക്ഷേ നല്ലതായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. മീറ്റിനൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാനൊരു റോളും അവനൊരു പ്ലേറ്റും ആയിരുന്നു പറഞ്ഞത്. അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. കരുനാഗപ്പള്ളിയൊക്കെ മൊത്തത്തിൽ മാറിയില്ലേ, പഴയ കരുനാഗപ്പള്ളി ആയിരുന്നു നല്ലത്.